आप उसका उल्लेख करिए। नहीं प्रकाशित हुई है तो उल्लेख करने का कोई औचित्य नहीं है। हुई है, इसका जिक्र सदन में कैसे हो सकता है? തിങ്കളാഴ്ച ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഏതാണ്ട് 1 മിനിറ്റ് ആയപ്പോഴേക്കും സംഖ്യകൾ മൊത്തം വലിയ ഭയാശങ്കയിലായി. പിന്നീടുള്ള 45 മിനിറ്റിലധികം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തുടങ്ങി വളരെയേറെ പേരാണ് നിരന്തരമായി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് തടയുന്നത്. സ്പീക്കർ എന്ന് പറയുന്ന യാതൊരു നാണവുമില്ലാത്ത ഓം ബിർളയും തുടർച്ചയായി രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹം പറയാൻ വന്ന കാര്യം രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞാൽ മോദിയുടെയും ഷായുടെയും സംഖ്യകൾ മുഴുവന്റെയും യാഥാർത്ഥ്യം രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും അവർ രാജ്യദ്രോഹികൾ ആണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും എന്നും അവർക്ക് മനസ്സിലായി. നമ്മുടെ രാജ്യത്തെ നട്ടലില്ലാത്ത മോദിയും കൂട്ടരും ചൈനയുടെ മുന്നിൽ അടിയറ വെച്ച കാര്യം വ്യക്തമായ തെളിവുകളോടെ ആർമി ചീഫ് ഒരു പുസ്തകത്തിൽ എഴുതിയ കാര്യമാണ് രാഹുൽ ഗാന്ധി സഭയിൽ സംസാരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അദ്ദേഹത്തെ ആ സത്യം പറയാൻ ഭയന്ന് വിറിച്ച് നിക്കറിൽ മുള്ളിയ സംഘിക്കൂട്ടം അനുവദിച്ചില്ല. സഭയിൽ നടന്ന സംഘികളുടെ ഭയന്ന് വിറച്ച പരാക്രമം നിങ്ങൾ മുഴുവനായി കാണേണ്ടത് തന്നെയാണ്. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗം തുടങ്ങുന്നത് താൻ ഇത് പറയാൻ ആഗ്രഹിച്ചതല്ല, എന്നാൽ BJPയിലെ ഒരു യുവ അംഗം കോൺഗ്രസ് രാജ്യസ്നേഹം ഇല്ലാത്തവരാണ് എന്ന് സഭയിൽ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവരുടെ തനിനിറം തുറന്നു കാണിക്കുന്ന കാര്യം പറയാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞാണ്. സംഘികളുടെ രാജ്യസ്നേഹത്തിന്റെ യാഥാർത്ഥ്യമാണ് ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. Young colleague over there made an allegation against the Congress party. I was not going to raise this issue, but because he has raised the issue about our patriotism, our understanding of Indian culture, I'd like to start by reading something. And this is from the memoirs of Army Chief Naravane. And I'd like you to listen nicely. You will understand exactly who is patriotic, who is not. It'll take a little while. So this is about when 4 Chinese tanks were entering Indian territory. They were taking a ridge in Doklam, and the army chief writes, and I quote from an article that is quoting his book: "The tanks were within a few hundred meters of Indian positions on the Kailash range." No sir, no sir, no sir. No, only started. No, he is not yielding. He is not yielding. Sir, this is not. He is not yielding. LOP is not yielding. He is on the foot. Defense minister cannot involve. How about it? No. He is starting. क्या वह पुस्तक प्रकाशित हुई है जिसमें यह सब सारी बातें लिखी हैं? यदि प्रकाशित हुई है तब तो आप उसका उल्लेख करिए। नहीं प्रकाशित हुई है तो उल्लेख करने का कोई औचित्य नहीं है। अध्यक्ष महोदय, प्लीज एक मिनट। It is not wise, sir. Morning you talk. प्लीज एक मिनट। प्लीज माननीय सदस्यगण, आप सदन में प्रतिपक्ष के नेता हैं। पूर्व में भी अनुभव रहा है। सांसद प्रियंका गांधी जी ने भी एक बात बोली थी तो उन्होंने ऑथेंटिक उस किताब को यहाँ पर टेबल पे किया। मेरा जो रक्षा मंत्री जी ने जो विषय उठाया है उसमें कहना है कि हम जो बोलें उसको ऑथेंटिक कर सकें, उसी विषय को सदन के पटल पर ये मर्यादा बना के रखें। അദ്ദേഹം പ്രസംഗിച്ച് 1 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് ഇരിക്കപ്പുറതി ഇല്ലാതായി. കാരണം അയാളുടെയും മോദിയുടെയും തനിനിറമാണ് മുൻ ആർമി ചീഫ് തൻ്റെ മെമ്മോറിലൂടെ വെളിപ്പെടുത്തിയത്. പ്രതിരോധ മന്ത്രി ഭയന്ന് വിറച്ച് പറയുന്നത് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചോ, പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ അതിനെ കോട്ട് ചെയ്ത് പറയാൻ പാടുള്ളൂ എന്ന്. പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ അതിനെ കോട്ട് ചെയ്ത് പറയുന്നത് ഔചിത്യമുള്ള കാര്യമല്ല എന്ന്. ഉടനെ തന്നെ സ്പീക്കർ ഓം ബിർള അത് ആവർത്തിച്ച് പറയുകയാണ്, പ്രസിദ്ധീകരിക്കാത്തതിനാൽ അത് ഇവിടെ പറയാൻ പറ്റുകയില്ല എന്ന്. ചട്ടം എന്ത് എന്നറിയാത്ത അയാൾ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ഇല്ലാത്ത ചട്ടം പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പുസ്തകം, ഈ മെമ്മോർ, ഈ ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിക്കാത്തത് എന്നറിയാമോ? 2024 ഈ പുസ്തകം
പരിപൂർണമായി എഴുതി അതിൻ്റെ പബ്ലിഷേഴ്സായ പെൻഗിൻ ബുക്സിന് ഇന്ത്യയുടെ മുൻ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്ന നരവനെ നൽകിയതായിരുന്നു. ആമസോൺ ആ ബുക്കിന്റെ വളരെയേറെ പ്രീ ഓർഡറുകളും സ്വീകരിച്ചതും ആയിരുന്നു. എന്നാൽ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് മോദി സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. 1.5 വർഷത്തിലധികമായി ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ അവർ അനുവദിക്കുന്നില്ല. ഓർക്കണം, ഇന്ത്യയുടെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് എഴുതിയ മെമ്മോർ പ്രസിദ്ധീകരിക്കാൻ മോദി സർക്കാർ അനുവദിക്കുന്നില്ല. നമ്മുടെ അതിർത്തി കാക്കുന്ന, നമ്മളെ സുരക്ഷിതമായി കാക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ തലവൻ എഴുതിയ ബുക്കിൽ അവരുടെ തനി നിറം തുറന്നു കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്. മോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും മോദിയുടെ മന്ത്രിസഭ മുഴുവനും സംഖ്യകൾ മുഴുവനും യാതൊരു വിവരവും വിവേകവും സംസ്കാരവും ധൈര്യവും ഇല്ലാത്തവരാണ് എന്ന് വ്യക്തമായി തെളിയിക്കുന്ന കാര്യങ്ങളാണ് ചൈന ഇന്ത്യയിലേക്ക് കടന്നു കയറിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നതിൽ നിന്ന് വെളിവാകുന്നത്. അതിനാലാണ് രാഹുൽ ഗാന്ധി ഇത് അവരുടെ രാജ്യസ്നേഹത്തിന്റെ തനിനിറം തുറന്നു കാണിക്കാൻ വേണ്ടി ഇവിടെ കോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ കണ്ടുകൊള്ളൂ. So this is 100% authentic. 100% authentic. के माध्यम से ये पूछना चाहता हूं लीडर अपोजिशन से, जिस Sir, Rajnath Singh is getting exercise because his name is going to be spoken just now. प्रकाशित हुई है या नहीं हुई है, केवल मैं एक प्रश्न का जवाब इनसे चाहता हूं अध्यक्ष। Speaker sir, I have not said anything. So these are the memoirs of General Naravane, in which अध्यक्ष महोदय, पहले यह बताएं वह पुस्तक प्रकाशित हुई है कि नहीं हुई है? नहीं हुई है तो किस पुस्तक से वह उल्लेख कर रहे हैं उसकी जानकारी सदन को दें। रक्षा मंत्री जी बिल्कुल नहीं हुई है। मैं पूरे कॉन्फिडेंस के साथ कहना चाहता हूं, माननीय रक्षा मंत्री जी सदन में ऑथेंटिक बात बोल रहे हैं। वो ये बोल रहे हैं कि इस पुस्तक का प्रकाशन हुआ नहीं हुआ, उसका जवाब दे दें आप। और आप सदन के अंदर उन चीजों को मेंशन नहीं कर सकते। नो आप खुद वर्षों तक संसद सदस्य रहे, किताबों पर, अखबारों पर, उनकी कटिंग पर यहाँ पर चर्चा नहीं होती। मैं बोलता हूँ सर, आप सदन में विपक्ष के नेता हैं, आप बोले। പിന്നെയും അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രതിരോധ മന്ത്രി എഴുന്നേറ്റ് നിന്ന് തടയുകയാണ്. വീണ്ടും പറയുന്നത് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ പറയാൻ അനുവദിക്കരുത് എന്നാണ്. അവർ തന്നെ പ്രസിദ്ധീകരണം തടഞ്ഞു വച്ചിരിക്കുന്ന പുസ്തകമാണ് എന്ന് അവർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നീട് നാണംകെട്ട ബിർള അത് പ്രസിദ്ധീകരിച്ചോ എന്ന് ഉത്തരം നൽകണമെന്ന് രാഹുൽ ഗാന്ധിയോട് ആക്രോശിക്കുകയാണ്. ये नरवणे जी की जो किताब है उसके बारे में एक्सपर्ट्स हैं, उसमें प्रधानमंत्री के बारे में, राजनाथ सिंह जी के बारे में क्लियरली कुछ लिखा है। मैं वो हाउस को बताना चाहता हूँ। जिस पुस्तक की यह बात कर रहे हैं वह पुस्तक आज तक कभी प्रकाशित हुई ही नहीं है, जिसका वह उल्लेख कर रहे हैं। मैं कहता हूं जो किताब जब नहीं ऐसा नहीं है। जब माननीय रक्षा मंत्री जी ऑथेंटिक बोल रहे हैं कि किताब प्रकाशन नहीं हुई है सर, ऑथेंटिक है 100%। सर कैरेवन मैगजीन में आ गया सर। किसी का सर 1 मिनट सर, 1 मिनट सर। രാഹുൽ ഗാന്ധി വ്യക്തമായി പറയുന്നു, അതിൽ നരവനെ എഴുതിയ കാര്യം കാരവൻ മാഗസിൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അതാണ് താൻ ഇവിടെ കോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന്. വീണ്ടും രാജ്നാഥ് സിംഗും ഓം ബിർളയും എഴുന്നേറ്റ് നിന്ന് തടയുകയാണ്. വീണ്ടും പറയുന്നത് ഇതുവരെ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ്. Honorable LOP just started the speech. He is trying to quote a magazine report. In this parliament, there are precedents to quoting a magazine. If anything is wrong, Rajnath Singh ji can reply after his speech, sir. Sir, they are disturbing the opposition leaders. അപ്പോൾ KC വേണുഗോപാൽ വ്യക്തമായി പറയുകയാണ്, അത് കാരവൻ മാഗസിനിൽ വന്നതാണ്, പബ്ലിക് റെക്കോർഡാണ്, അതാണ് ഇവിടെ പറയാൻ പോകുന്നത് എന്ന്. പക്ഷേ എന്ത് പറഞ്ഞാലും ഇത് പറയാൻ സംഖ്യകൾ അനുവദിക്കുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ തുടർന്ന് കാണുന്നത്. കാരണം മോദിയുടെയും രാജ്നാഥ് സിംഗിന്റെയും അമിത്ഷായുടെയും യാഥാർത്ഥ്യം സംഖ്യകൾ ഉൾപ്പെടെ ഉള്ളവർക്ക് മനസ്സിലാകുമെന്ന് അവർക്കറിയാം. സംഖ്യകൾക്ക് അത് പ്രശ്നമല്ല എങ്കിൽ പോലും. वो मैगजीन
की रिपोर्ट है, नरवणे जी ने नहीं कहा, इतना बोल दे। एक रिकॉर्ड पर बोले कि नरवणे ने नहीं कहा है। रक्षा मंत्री जी इतना ही कह रहे हैं कि नरवणे जी की पुस्तक को आप रिफर कर रहे हो तो वो प्रकाशित हुई या नहीं हुई, वो स्पष्ट करे। नरवणे की रिपोर्ट नहीं है, नरवणे का पुस्तक नहीं है, इतना स्पष्ट करे। मैगजीन तो कुछ भी लिख सकता है। പിന്നീട് ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന അമിത്ഷാ എഴുന്നേറ്റ് നിന്ന് പച്ചയ്ക്ക് നുണ പറയുകയാണ്. നരവനെ അങ്ങനെ പറഞ്ഞിട്ടില്ല. രക്ഷാമന്ത്രി പറയുന്നത് നരവനയുടെ പുസ്തകം പബ്ലിഷ് ചെയ്തോ അത് കോട്ട് ചെയ്യാൻ എന്നാണ്. എത്രത്തോളമാണ് ഇവർ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നത് എന്ന് ശരിക്കും വ്യക്തമായല്ലോ. പിന്നീട് തുടർച്ചയായി രാജ്യദ്രോഹികളായ സംഘികൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്തുകയാണ്. സ്പീക്കറും തടസ്സപ്പെടുത്തുകയാണ്. മാറി മാറിയാണ് അമിത്ഷായും രാജ്നാഥ് സിംഗും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് തന്നെ തിരിച്ചും മറിച്ചും പറയുന്നത്. ये गारंटीड ऑथेंटिक है। इसमें नारावाने जी ने कहा है कि उनका मेमोआर है, उसे सरकार पब्लिश नहीं होने दे रही है, इसमें सब लिखा है। और मैं सिर्फ इसमें से 5 लाइन पढ़ना चाहता हूं जिसमें नारावाने जी ने राजनाथ सिंह के बारे में और मोदी जी के बारे में बोला है। जो पुस्तक प्रकाशित हुई ही नहीं है तो किस पुस्तक को वो यहाँ पर उल्लेख करना चाहते हैं उनके बारे में? माननीय अध्यक्ष जी, विवाद लीडर ऑपोजिशन ने ही समाप्त कर दिया है। वो स्वयं कह रहे हैं कि पुस्तक प्रकाशित नहीं हुई, उन्हें स्वयं स्वीकार किया कि पुस्तक प्रकाशित नहीं हुई है। अब जो पुस्तक प्रकाशित नहीं हुई है इसका जिक्र सदन में कैसे हो सकता है? और प्रकाशित हो तो भी सदन को गुमराह करने की कोशिश न करें और यहाँ अनावश्यक बातों का उल्लेख नहीं किया जाना चाहिए। राहुल, हमारी पार्टी के ऊपर 1 सेकंड, हमारी पार्टी के ऊपर मेंबर ऑफ पार्लियामेंट ने सवाल उठाया। मैं ये रेज नहीं करने वाला था, मैं नहीं रेज करने वाला था, मगर उसका जवाब देने के लिए मैंने ये निकाली। अब ये 100% ऑथेंटिकेटेड है। ये नारावाने जी का मेमोआर है। कोई ऑथेंटिक सोर्स तो चाहिए। not read any book, newspaper or letter except in that. सर, सैटेनिक वर्सेस बैन कर दिया इस कांग्रेस सरकार ने और उस पर चर्चा नहीं किया। हमारे अडवाणी ये जो किताब है ये नारावाने जी की किताब है। इससे चलेगा या मुंसफी से चलेगा? I am quoting. अध्यक्ष महोदय, मैं केवल एक व्यवस्था आपकी तरफ से चाहता हूं। लीडर अपोजिशन अपनी तरफ से वह पुस्तक यहाँ प्रस्तुत कर दें। किस पुस्तक पे लिखा है? मेरे हाथ में एक मैगजीन है, उस मैगजीन में आर्टिकल है, उसको मैं कोट कर रहा हूँ। अध्यक्ष महोदय, ये लीडर अपोजिशन सदन को गुमराह करने की कोशिश कर रहे हैं। ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പുസ്തകം പബ്ലിഷ് ചെയ്തില്ല, അതിനാൽ അതിനെ കോട്ട് ചെയ്ത് പറയാൻ സാധിക്കുകയില്ല എന്നാണ്. എന്നാൽ അവസാനം പുസ്തകം പബ്ലിഷ് ചെയ്താലും അത് പറയാൻ പറ്റുകയില്ല എന്ന് യാതൊരു ഉളുപ്പും കൂടാതെ സ്പീക്കർ പറയുകയാണ്. वो स्वयं कह रहे हैं कि पुस्तक प्रकाशित नहीं हुई, उन्हें स्वयं स्वीकार किया कि पुस्तक प्रकाशित नहीं हुई है। अब जो पुस्तक प्रकाशित नहीं हुई है इसका जिक्र सदन में कैसे हो सकता है? और प्रकाशित हो तो भी नहीं कर सकते, मगर प्रकाशित ही नहीं हुई है। हाँ, ऐसे प्रकाशित कोई भी किताब प्रकाशित, कोई भी मेल पर, कोई भी चीज पर चर्चा कैसे हो सकती है यहाँ सदन में? ആദ്യം പറഞ്ഞത് പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് അത് കോട്ട് ചെയ്യാൻ സമ്മതിക്കുകയില്ല എന്നാണ്. പിന്നീട് അത് പബ്ലിഷ് ചെയ്താലും സഭയിൽ അത് കോട്ട് ചെയ്ത് ആധികാരികമായി പറയാൻ സാധിക്കുകയില്ല എന്ന് സ്പീക്കർ തുറന്നു പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രാജ്യസുരക്ഷയെ സംബന്ധിച്ച കാര്യമാണ്.
രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ രാജ്യത്തിന്റെ സുരക്ഷയുടെ വിഷയമായിരുന്നു. അതിനാൽ ഇത് തീർച്ചയായും സഭയിൽ അവതരിപ്പിക്കേണ്ടതാണ് എന്ന് രാഹുൽ വ്യക്തമാക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യം, അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു എന്നുള്ളതാണ്. नहीं, अध्यक्ष महोदय, चीन का सवाल बहुत सेंसिटिव है। अध्यक्ष महोदय, चीन का सवाल बहुत सेंसिटिव है। अगर कोई सुझाव ऐसा है देश के हित में, तो मैं समझता हूँ लीडर ऑपोजिशन को पढ़ देना चाहिए। माननीय सदस्य, इतना ही नहीं रहेगा, बहुत सेंसिटिव है। मुझे याद है डॉक्टर राम मनोहर लोहिया, जॉर्ज फर्नांडिस, नेताजी हमेशा ये बात अध्यक्ष जी जिताते रहे कि हमें हमेशा चीन से सावधान रहना है। ओके माननीय सर, प्लीज। और चीन से सावधान, अगर चीन से सावधान नहीं रहेंगे, हमने जमीनें कुछ पहले। ओके माननीय सर, इनको कैसे पता क्या बोल रहे हैं? അദ്ദേഹം പറഞ്ഞത് രാജ്യസുരക്ഷയുടെ വിഷയങ്ങൾ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവിനെ അനുവദിക്കണം, അത് പാർലമെന്റിൽ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് എന്നാണ്. വാസ്തവത്തിൽ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തതാണ്. ഇന്ത്യയിൽ അത് വിലക്കി. പിന്നീട് അതിന്റെ ഡീറ്റെയിൽസ് കാരവൻ മാഗസിൻ വ്യക്തമായി പബ്ലിഷ് ചെയ്തു. ഇനിയും തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന ചില രംഗങ്ങൾ കൂടി കണ്ടുകൊള്ളൂ. हम सुनने के लिए बैठे, आदरणीय प्रधानमंत्री जी भी आपको सुनने के लिए बैठे हैं और ये जो मुद्दा उठा है उसका रूलिंग दे चुके हैं। चेयर से रूल 349 में एक रूलिंग दे चुके हैं। रूलिंग देने के बाद भी ये बार बार फिर से ये पढ़ रहे हैं। जी क्या है 349? जी, 3 shall not read any book, newspaper or letter except in connection with the business of the house. The business of the house, very clearly, Tejaswi Surya very clearly given an allegation against the Congress party. Honorable LOP is trying to reply that allegation, telling that you are not nationalist, the real nationalist is Indian National Congress. माननीय अध्यक्ष जी, as per 349, he has a right, sir. Your ruling is not on the. माननीय अध्यक्ष जी, जो सम्मानीय सदस्य ने कहा वो सत्य नहीं है। तेजस्वी सूर्या ने कांग्रेस के शासन के समय के 4 से 14 के राष्ट्रपति अभिभाषणों का जिक्र किया और उसमें कहा कि इसमें कहीं पर भी इस प्रकार के शब्द मिले नहीं हैं। सर, राष्ट्रपति का जो भाषण है वो देश में क्या सिचुएशन है, देश कहां जा रहा है, देश को क्या करना चाहिए, देश की पॉलिसीज क्या होनी चाहिए, फॉरेन पॉलिसी, चाइना, पाकिस्तान, ग्लोबल सिचुएशन, इन चीजों के बारे में। अब उधर आपके एक मेंबर ने कहा कि हम देशभक्त नहीं हैं, तो मैं सिर्फ उसका जवाब देना चाहता हूं क्योंकि यहाँ पे नरवणे जी ने कहा है, नरवणे जी ने कहा है क्या है इतना डरने वाला क्या तरीका है? स्पीकर सर, और ये एक कोर्ट से डरते हैं, ये बिल्कुल मतलब इसमें क्या चीज है जिससे ये इतना घबरा रहे हैं कि मैं ये नहीं बोल पा रहा हूँ? सदन के अंदर इसमें क्या चीज है? ये झूठ है, ये बोलने का परमिशन नहीं, ये झूठ है। इसमें क्या लिखा है जिससे ये इतना घबरा रहे हैं कि मुझे ये पढ़े नहीं, आप पढ़ने नहीं दे रहे। सदस्य कोई I'm not quoting that. I'm not quoting it. अध्यक्ष महोदय, मैं लीडर अपोजिशन से इस सवाल, केवल एक सवाल का मैं जवाब चाहता हूँ। ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു സെന്റൻസ് പോലും പറയാൻ അനുവദിച്ചില്ല. 45 മിനിറ്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത് തന്നെ. ഇപ്പോൾ സംഘികൾക്കും ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ, 56 ഇഞ്ച് നെഞ്ചളവുള്ള മോദിയുടെയും അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും സംഘികൾ എല്ലാവരുടെയും രാജ്യസ്നേഹം. ഇവരൊക്കെ ഇരിക്കുന്ന ഈ പാർലമെന്റ് തന്നെ ഉണ്ടാവാൻ കാരണം കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ഇവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിനാൽ ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?